ഗാസയിലെ ഹമാസിന്റെ ഒരു കൊടും ഭീകരനെ കൂടി തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന. ഷെജയ്യ ബറ്റാലിയന്റെ കമാൻഡർ ചീഫ് ഹൈദം റസാഖ് അബ്ദുൽ കരീമിനെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനുള്ളിൽ നടന്ന കൂട്ടക്കുരുതിയുടെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു അബ്ദുൽ കരീം. നമാൽ ഓസിൽ നടന്ന ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ, നിരവധി സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി, നമാൽ ഓസിലെ നിരവധി വീടുകൾക്ക് നേരെ അർദ്ധരാത്രി നടന്ന ആക്രമണത്തിന്റെ നേതൃത്വം അബ്ദുൽ കരീമിനാണ് എന്ന് IDF വ്യക്തമാക്കുന്നു. അന്നേ രാത്രി നിരവധി ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തുകയും നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ് ഷെജയ്യ ബറ്റാലിയന്റെ കമാൻഡർ ചീഫായ ഹൈദം റസാഖ് അബ്ദുൽ കരീം എന്ന ഈ കൊടും ഭീകരൻ. ഒക്ടോബർ മാസം 7 ശേഷം ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടന്ന പല റോക്കറ്റ് ആക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ചിരുന്നതും അബ്ദുൽ കരീമായിരുന്നു. ഷെജയ്യ ബറ്റാലിയനെ നിയന്ത്രിച്ചിരുന്നത് അബ്ദുൽ കരീമായിരുന്നു. നുക്മ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ തലവനായിരുന്നു. നുക്മ ഫോഴ്സാണ് ഇസ്രായേലിന് നേരെ പല ഘട്ടങ്ങളിലായി റോക്കറ്റ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും സംഘടിപ്പിച്ചത്. ഇസ്രായേലിനുള്ളിൽ നടന്ന പല ബോംബ് സ്ഫോടനങ്ങളുടെയും കേന്ദ്രബിന്ദു കൂടിയായിരുന്നു അബ്ദുൽ കരീം എന്ന് IDF വ്യക്തമാക്കുന്നു. ഇയാളെ കൃത്യമായി കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ മാസങ്ങളായി IDF ശ്രമിച്ചു വരികയായിരുന്നു. പല ഘട്ടങ്ങളിൽ IDFന്റെ കണ്ണു വെട്ടിച്ച് ഒളിയിടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൽ കരീം എന്ന വിവരമാണ് IDFന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ മാർച്ച് മാസം 18-ാം തീയതി ആരംഭിച്ച 2ാം ഘട്ട യുദ്ധത്തിനൊടുവിൽ ഗാസയിലെ ഹമാസിന്റെ 11ാമത്തെ നേതാവിനെ കൂടി തീർത്തിരിക്കുകയാണ് IDF. അബ്ദുൽ കരീം ഒളിവിൽ കഴിഞ്ഞിരുന്ന കെട്ടിടത്തിന് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണമുണ്ടായി. അബ്ദുൽ കരീമിനൊപ്പം 12 ഹമാസ് ഭീകരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് IDF നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ മാസം 18-ാം തീയതി ആരംഭിച്ച 2ാം ഘട്ട യുദ്ധത്തിനിടയിൽ ഗാസയിൽ കൊല്ലപ്പെടുന്ന 11ാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ് അബ്ദുൽ കരീം. 5 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഇസ്രായേലി സേന വധിച്ചു. കനത്ത നാശനഷ്ടങ്ങളാണ് ഹമാസിന് കഴിഞ്ഞ 10-14 ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രായേലി സേന നൽകിയത്. 1ാം ഘട്ട യുദ്ധത്തിൽ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ 2ാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇസ്രായേലി സേന വ്യക്തമാക്കിയിരുന്നു, ഞങ്ങൾ ഹമാസിന്റെ ഭരണ നേതൃത്വത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഹമാസിന്റെ നേതാക്കന്മാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഞങ്ങൾ കേവലം ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമായിരിക്കില്ല ഉന്നം വയ്ക്കുന്നത്, ഞങ്ങൾ സമ്പൂർണമായ ഹമാസിന്റെ ഉന്മൂലനമായിരിക്കും ഗാസയിൽ ആഗ്രഹിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ട് പോലെ അതേപടി നടപ്പാക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രി, ഗാസയിലെ ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവി, അങ്ങനെ നിരവധി പ്രമുഖരെയാണ് കഴിഞ്ഞ 10-15 ദിവസത്തിനിടയിലുള്ള ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അബ്ദുൽ കരീം. IDFന്റെ കണ്ണു വെട്ടിച്ച് ഒളിയിടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൽ കരീം എന്ന വിവരമാണ് IDFന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ മാർച്ച് മാസം 18-ാം തീയതി ആരംഭിച്ച 2ാം ഘട്ട യുദ്ധത്തിനൊടുവിൽ ഗാസയിലെ ഹമാസിന്റെ 11ാമത്തെ നേതാവിനെ കൂടി തീർത്തിരിക്കുകയാണ് IDF. അബ്ദുൽ കരീം ഒളിവിൽ കഴിഞ്ഞിരുന്ന കെട്ടിടത്തിന് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണമുണ്ടായി. അബ്ദുൽ കരീമിനൊപ്പം 12 ഹമാസ് ഭീകരന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് IDF നൽകുന്ന വിശദീകരണം. ഷെജയ്യ ബറ്റാലിയന്റെ കമാൻഡർ തലവൻ, നുക്മ ഫോഴ്സിനെ നിയന്ത്രിക്കുന്നവരിൽ പ്രധാനി, ഒക്ടോബർ മാസം 7 നാസലോസിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ഡസൻ കണക്കിന് 100ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ വധിച്ചതിന്റെ മുൻനിരക്കാരൻ, നിരവധി ഇസ്രായേലി സ്ത്രീകളെ കൗമാരക്കാരികളെ ബലാത്സംഗം ചെയ്തതിലെ കൊടും കുറ്റവാളി, അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളി അബ്ദുൽ കരീമിനെയാണ് ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നത്. അതേസമയം ഗാസയിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കിഴക്കൻ ഗാസയിൽ വമ്പൻ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന. കിഴക്കൻ ഗാസയിൽ നിന്നുള്ള മുഴുവൻ ഗാസാവാസികളും മുഴുവൻ പാലസ്തീനികളും പടിഞ്ഞാറൻ ഗാസയുടെ സുരക്ഷിത ഇടങ്ങളിലേക്ക്, പടിഞ്ഞാറൻ ഗാസയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം IDF നൽകിയത്. ഉടനടി തന്നെ കിഴക്കൻ ഗാസയിലെ ചില പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകുമെന്നും ആ പ്രദേശങ്ങളിൽ തങ്ങുന്നത് ജീവന് അപകടമാകുമെന്നുമാണ് ഇപ്പോൾ IDF
അറബി ഭാഷയിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗാസയുടെ 50% ഭൂപ്രദേശം നിലവിൽ ഇസ്രായേലി സേനയുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കും. ഹമാസ് എന്ന ഭീകര സംഘടനയെ സമ്പൂർണ്ണമായി ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ള വമ്പൻ ദൗത്യമെടുത്ത് മുന്നോട്ട് പോവുകയാണ് IDF. ഒന്നാം ഘട്ട യുദ്ധം പോലെയല്ല രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഏതൊക്കെ മേഖലയാണോ തങ്ങളുടെ അധീനതയിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നത് ആ മേഖലകളിലെ ഹമാസിന്റെ സാന്നിധ്യം സമ്പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ് IDF.